ഹായ് ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എപ്പിസോഡ് ഇട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, എനിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് 2 ദിവസത്തേത് വീതം ചേർത്ത് ഞാൻ ഇടുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇത് എപ്പിസോഡിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ വക്കീലിൻ്റെ വിചാരണ തുടങ്ങിയാണ്. അപ്പോൾ ആദ്യം വക്കീൽ അവിടെ കോടതിയിലെത്തുകയാണ്. എത്തുന്ന സമയത്ത് നിവിനും ഗുമസ്തനും കൂടെ അവിടെ നിൽക്കുമ്പോൾ അവരോട് വന്ന് നരസിംഹം സാർ വന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്, നരസിംഹ സാറിന് ആകെ കോടതിയിൽ പേടിയുള്ളത് എന്നെ മാത്രമാണ്, മറ്റാരെയും പേടിയുണ്ടായിട്ടില്ല. അപ്പോൾ എന്തൊക്കെ വന്നിരുന്നാലും ഈ കേസ് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, നരസിംഹ വക്കീൽ തോറ്റ് തുന്നം പാടുമെന്ന് അറിയാവുന്നുള്ളത് കൊണ്ടായിരിക്കും ചെറുമകൻ്റെ തലയിലാക്കി വിട്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഒരുമാതിരി കളിയാക്കും പോലെയൊക്കെ പറയുന്നുണ്ട്. കാരണം നമ്മുടെ എതിർ വക്കീലിന് നല്ലപോലെ അറിയാം ഞാൻ എന്ത് വന്നാലും ഈ കേസ് ജയിച്ചിരിക്കും. അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇത്ര കോടി രൂപ വാങ്ങിക്കൊടുത്ത് ഇത്ര കോടി രൂപ എനിക്കും കിട്ടുമെന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ചൊടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നിവിൻ പറയുന്നുണ്ട്, എന്തായിരുന്നാലും പ്രതിഭാഗം വക്കീലിന് വേണ്ട പരിഗണനയും ബഹുമാനവും ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ, അല്ലാതെ ആരെയും ഞാൻ കളിയാക്കില്ല. എന്തായാലും അമിത ഇത് വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും അദ്ദേഹം വിടുന്നില്ല, വീണ്ടും എന്തൊക്കെയോ സംസാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗുമസ്തൻ പറയുന്നുണ്ട്, സാറേ എന്തായാലും നമ്മളും ഇവിടെ കേസ് ജയിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്, അല്ലാതെ പൂക്കച്ചവടത്തിനായിട്ടൊന്നും വന്നതൊന്നുമല്ല. സാറിന് അമിത ആവേശം വേണ്ട എന്ന് പറയുന്നിട്ട് നിവിൻ പറയുന്നുണ്ട്, എന്തായിരുന്നാലും സാറിൻ്റെ അമിത ആവേശം എന്തെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് അടിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നമ്മുടെ പ്രതിഭാഗം വക്കീൽ ഒന്നും മിണ്ടാതെ എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ രംഗം അവിടെ കഴിയുകയാണ്. പിന്നെ അടുത്ത് കാണിക്കുന്നത് കോടതി കൂടുകയാണ്. കോടതി കൂടിയതിന് ശേഷം നമ്മുടെ അനിയെ വിളിക്കുക, കേസിൻ്റെ ഒന്നാം പ്രതി അനിയാണല്ലോ. അപ്പോൾ അനിയെ വിളിക്കുന്നുണ്ട്. അനി അങ്ങനെ അവിടെ വന്ന് നിൽക്കുമ്പോൾ അനിയോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇദ്ദേഹം എന്ന് വെച്ചാൽ ഒരിക്കലും ആ വീട്ടിൽ നടന്നിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കര മോശപ്പെട്ട രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയുന്ന ആ ഒരു ഇതാണ് അവിടെ കാണിക്കുന്നത്. അനിയെ വിചാരണ ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മുടെ അനാമികയെ വിളിക്കുകയാണ്. എന്നിട്ട് എന്തൊക്കെയാണ് നടന്നെന്ന് ചോദിക്കുകയാണ്. അനാമിക പിന്നെ നല്ല പരലുപ്പിന് കല്ല് പൊടിയുന്നത് പോലെയുള്ള രീതിയിലുള്ള നല്ല മഹത്തായ കള്ളത്തരങ്ങളൊക്കെ അങ്ങ് പറയുകയാണ്. കാരണം എല്ലാം വക്കീൽ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്, കോടതിയെ ബോധ്യപ്പെടുത്തണമല്ലോ എന്ത് വന്നാലും. ആ ലെവലിലുള്ള രീതിയിലാണ് കള്ളത്തരങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞ് ഇതാക്കുന്നത്. വീട്ടിലുള്ളവർ ഓരോന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അനിക്ക് പരസ്ത്രീ ബന്ധമുണ്ട്, അനിയാണ് എൻ്റെ പിറകെ നടന്ന് എന്നെ പ്രണയിച്ച് കല്യാണം കഴിച്ചത്, അങ്ങനെയൊക്കെ നടന്നിട്ടില്ലാത്ത സകല കാര്യങ്ങൾ അനി അവളെ ഉപദ്രവിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ഓരോന്ന് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് അടിച്ച് അങ്ങ് വിടുന്നുണ്ട്. പക്ഷേ അനിക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു വിഷമവും ദേഷ്യവും എല്ലാം. അനിയെ അടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അനി പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അനി ആലോചിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ എങ്കിലും വക്കീൽ വിടുന്നില്ല. വക്കീൽ ഭയങ്കരമായിട്ട് ക്രോസ് വിസ്താരം നടത്തി അവരെ എല്ലാവരെയും ആക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ദേവയാനി ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ ദേവയാനി പെട്ടെന്ന് കോടതിയാണെന്ന് പോലും ഓർമ്മിക്കാതെ ചാടി എഴുന്നേറ്റ് പറയുകയാണ്, ഇല്ല ഇവൾ പറയുന്നത് എല്ലാം കള്ളത്തരമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം കോടതിയിൽ ചോദിക്കുമ്പോൾ മാത്രമല്ലേ ഉത്തരം പറയാൻ പാടുള്ളൂ. പക്ഷേ ദേവയാനി ആ ഒരു വികാരത്തിൽ എഴുന്നേറ്റ് നിന്ന് അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ കോടതി താക്കീത് കൊടുക്കുന്നുണ്ട്, ചോദിക്കുമ്പോൾ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ നയനയും നമ്മുടെ ആദർശവും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ അനാമിക പറയുന്ന കാര്യങ്ങളെല്ലാം പച്ച കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞ് കോടതിയെ വേണ്ട വിധത്തിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മളെ ഈ കള്ളം വക്കീൽ പറഞ്ഞു കൊടുത്തതനുസരിച്ച് എല്ലാം പറഞ്ഞ് ആക്കിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഈ അവൾ പറയുന്ന അനാമിക പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അനന്തമൂർത്തിയുടെ കുടുംബക്കാർക്കെല്ലാം ഭയങ്കരമായിട്ടുള്ള സങ്കടവും ഒരു ഞെട്ടലും ഒക്കെ തോന്നുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ കള്ളത്തരങ്ങൾ പറയുമോ എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ അടിച്ച കാര്യമൊക്കെ പറയുമ്പോൾ നമ്മുടെ അനി ആലോചിക്കുകയാണ്, അവനെ അടിച്ച രംഗങ്ങളൊക്കെ അവ ഓർമ്മിക്കുകയാണ്. അപ്പോൾ പരസ്ത്രീ ബന്ധം അത് ഇതുമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നന്ദു അവിടെ നിൽക്കുകയാണ്. അപ്പം നന്ദുവിന് നല്ലപോലെ അങ്ങ് ഇതായിട്ട് വരികയാണ്. പക്ഷെ നന്ദു ഒന്നും മിണ്ടാതെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും അങ്ങനെ നിൽക്കുകയാണ്. അവസാനം അനാമികയുടെ വിചാരണയായിരുന്നു ആദ്യത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അനാമിക നമ്മുടെ വക്കീൽ പറഞ്ഞു കൊടുത്ത സകലമാന കള്ളത്തരങ്ങളും പഠിച്ച്
നല്ല രീതിയിൽ എല്ലാ കള്ളത്തരങ്ങളും അവിടെ പറഞ്ഞ് കോടതിയെ ബോധ്യപ്പെടുത്തിയ ആ ഒരു രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നിവിൻ എഴുന്നേറ്റ് ഒബ്ജക്ഷനൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസത്തേത് ഏകദേശം ഇത്രയും സംഭവങ്ങളാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് അതിനടുത്ത ദിവസത്തിൽ പിന്നെ നമ്മുടെ എല്ലാവരെയും അനന്തമൂർത്തി സാറിൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ ആദർശിനെയും നമ്മുടെ നയനയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദർശിനെ ഇതാക്കുന്നത് ആദർശിൻ്റെ ആ ചന്തുമോളുടെ കുഞ്ഞിൻ്റെ കേസ് പറഞ്ഞിട്ട് കല്യാണത്തിന് മുമ്പ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു അല്ലേ എന്നുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച്, നിങ്ങളെ കണ്ടാണല്ലോ നിങ്ങളുടെ അനിയൻ പഠിച്ചത്, അപ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരു അഴുക്ക സ്വഭാവമായിരിക്കുമല്ലോ അനിയനുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്തെങ്കിലും ആദർശനും നയനയ്ക്കും പറയാമായിരുന്നു ഇതാണെന്നുള്ളത്. പക്ഷേ അവർക്കാർക്കും അറിയില്ലല്ലോ ഈ അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ച് കൊടുത്തതൊന്നും അബിയാണ് എന്നുള്ള കേസ്, അതൊന്നും പറയുന്നില്ല. എങ്കിലും അനിയെ രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ അവർ മൗനമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും വക്കീൽ നല്ല അടിച്ച് കയർത്തി അങ്ങ് ഇതാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത് നമ്മുടെ മുത്തശ്ശിയെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയെ വിളിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയെ വിളിച്ചിട്ട് മുത്തശ്ശിയോട് ഓരോ കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കാൻ പോവുകയാണ്. അപ്പം മുത്തശ്ശിയെ വിളിച്ചിട്ട് മുത്തശ്ശിയുടെ ഭർത്താവ് അടിമയായിട്ടാണ്. അപ്പോൾ നമ്മുടെ അനാമിക പറഞ്ഞിട്ടുണ്ട് അവിടെ ഭയങ്കരമായ രാജഭരണമാണ് നടക്കുന്നത്, അനന്തമൂർത്തി ഒരു രാജാവാണ്, അവിടുത്തെ സ്ത്രീകളെ എല്ലാം അടിമകളാക്കിയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു ഡയലോഗും കൂടെ പറയണം, അവിടുത്തെ സ്ത്രീകളോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അവരാരും സമ്മതിക്കില്ല. കാരണം തിരിച്ചു പോയി അവർക്ക് ആ വീട്ടിൽ താമസിക്കാനുള്ളത് കൊണ്ട് അവരാരും ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം പോലും ഒരിക്കലും പറയില്ല. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ മുൻകൂട്ടി അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതായത് മുന്നേ കൂട്ടി തന്നെ പറയുന്നുണ്ട്. കാരണം ഇനി ചോദിച്ചാൽ അവിടുത്തെ സ്ത്രീകളാരും സത്യമാണെന്ന് പറയില്ല. കാരണം അങ്ങനെ ഒരു ഇത് പറഞ്ഞിരിക്കുമ്പോൾ അവർക്കാർക്കും കള്ളത്തരം പറയാൻ കഴിയാത്തതുകൊണ്ട് അവർ സത്യമല്ലേ പറയുള്ളൂ. ഒരിക്കലും സാറിൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ വക്കീൽ പറഞ്ഞു പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ മുത്തശ്ശിയോട് ചോദിക്കുകയാണ്. മുത്തശ്ശി ഏതെങ്കിലും തരത്തിലൊക്കെ പകയ്ക്കും, അങ്ങനെയൊന്നും പറയില്ല, കരയും, അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഇവർ മുത്തശ്ശിയെ കൂടെ പ്രതിയാക്കുന്നത്. പക്ഷേ മുത്തശ്ശി ആളാരാ മോള് എല്ലാം നല്ല വെട്ടിത്തന്നു. മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ കുടുംബത്തിൽ അങ്ങനെയൊന്നുമില്ല, എൻ്റെ ഭർത്താവ് എൻ്റെ വാക്കുകൾക്കും വില തന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും വില കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നെപ്പോലെ ഒരു നല്ലൊരു ഭാര്യ ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ തണലിൽ ജീവിക്കാനാണ്. അപ്പോൾ അത് കുടുംബത്തിൽ പറഞ്ഞ എല്ലാ പേരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അടിച്ചിട്ടുണ്ടോ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ വക്കീൽ പറയുമ്പോൾ പറയും, ഞാൻ ആരെയും അടിക്കാനും ശ്രമിച്ചിട്ടില്ല, ആരെയും കൊല്ലാനും ശ്രമിച്ചു എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്. പിന്നെ ചിലതൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി അങ്ങ് പകയ്ക്കുന്നുണ്ട്. മുത്തശ്ശിയുടെ പകച്ചിൽ കുറവാണെന്ന് കാണുമ്പോൾ അതനുസരിച്ചുള്ള ചോദ്യങ്ങളൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആദർശിൻ്റെയും ഇവരുടെയും നയനയുടെയും കേസുകളാണ് കൂടുതൽ എടുത്തിട്ട് മുത്തശ്ശിയെ ചോദിപ്പിച്ചിട്ടൊക്കെ ഇതാക്കുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ കൊച്ചുമോൻ എല്ലാവരും നല്ല രീതിയിൽ തന്നെ, എൻ്റെ മക്കളും ഭർത്താവും കൊച്ചുമക്കളും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ജീവിച്ചിട്ടുള്ള, ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ തെറ്റുകൾ ചെയ്തത് മുഴുവനും അനാമിക തന്നെയാണ്, മറ്റാരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം മുത്തശ്ശി ഒന്നും പറയാതെ ഓരോ ഇതിലായിട്ട് അങ്ങ് പോവുകയാണ്. അത് കഴിയുമ്പോൾ പറയുന്നുണ്ട് അടുത്ത കേസിലെ പ്രതികളായ മൂർത്തി സാറിനെയും ദേവയാനിയെയും വാദിക്കണമെന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ട് നമ്മുടെ അനാമികയും അച്ഛനും അവിടെ അങ്ങ് സന്തോഷം കൊണ്ടിരിക്കുകയാണ്, ഇപ്പം എല്ലാം ശരിയാക്കി തരാമെന്നുള്ള രീതിയിൽ. അതിൻ്റെ ഇടയിൽ നമ്മുടെ അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇപ്പം 50 കോടിയല്ല മോളെ 100 കോടി ചോദിച്ചാൽ ഇവർ തരാം, ആ ലെവലിലാണ് നിൽക്കുന്നത് എന്നൊക്കെയും പറയുന്നുണ്ട്. പക്ഷേ അതങ്ങ് കഴിഞ്ഞങ്ങ് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ദേവയാനിയെയും നമ്മുടെ മുത്തശ്ശനെയും വിളിക്കുകയാണ്. അപ്പോൾ ദേവയാനിയോട് മരുമകളെ എങ്ങനെയാണ് നിങ്ങൾ ആദ്യം കണ്ടത് എന്ന രീതിയിലൊക്കെ ചോദിക്കുകയാണ്. നിങ്ങൾ നയനെ കല്യാണം കഴിഞ്ഞ് വന്ന രംഗവും ആ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടുന്നുണ്ട് ദേവയാനിയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മരുമകളെ ആദ്യമായി നല്ല രീതിയിലാണോ അംഗീകരിച്ചത്? അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല നയന മോളുടെ ആദ്യം ഞാൻ അവളുടെ നല്ല സ്വഭാവം കണ്ടെത്താൻ കഴിഞ്ഞില്ല. എൻ്റെ കരളിന് അസുഖം വന്ന് കരൾ മാറ്റി വെക്കുന്ന സമയത്ത് എൻ്റെ മകളാണ് കരൾ എനിക്ക് ദാനമായി തന്നത്. അങ്ങനെ അന്ന് മുതലാണ് എനിക്ക് മകളോട് എൻ്റെ മരുമകളോട് ഇഷ്ടം തോന്നിയത്. അപ്പോൾ കരൾ മാറ്റി വെക്കലിൻ്റെ പ്രശ്നം വന്നപ്പോൾ പാലിൽ വിഷം ചേർത്ത കേസ് വന്നിട്ടുണ്ട്. അത് നേരെ വക്കീൽ എന്ത് ചെയ്തു, തകിടം മറിച്ച് നമ്മുടെ നയനയുടെ തലയിൽ തന്നെ വെച്ച് കൊടുത്തു. നയനയുടെ ചേച്ചിക്ക് കുട്ടികളുണ്ടാകുന്നു എന്നുള്ളത് അറിഞ്ഞ് തനിക്ക് കുട്ടികളുണ്ടാവാത്തത് കൊണ്ട് അതിൻ്റെ പേരിൽ പിന്നെ നമ്മുടെ നയന ഇതാക്കിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അത് നയനയുടെ തലയിലാക്കി. എതിർത്തിട്ടും വക്കീലല്ലേ ആൾ അങ്ങ് അടിച്ച് കലക്കി അതാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുത്തശ്ശനെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ ഇടയ്ക്ക് കയറി ഓരോന്ന് പറയുന്നുണ്ട്, ഇത് കോടതിയാണ്, എത്ര വലിയ സമ്പന്നനാണെങ്കിലും കോടതിയിൽ ഇങ്ങനെ പറയാനുള്ള അധികാരമില്ല, ചോദിക്കുമ്പോൾ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനെ എടുക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഇടയിൽ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ ക്രോസ് വിസ്താരത്തിൽ നടന്നത് അനാമിക പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ വക്കീൽ
വക്കീൽ വരുത്തി തീർത്ത് അതിനെ അങ്ങ് ഉപമിക്കുകയാണ്. മറ്റേ തിരിച്ച് ഇവരുടെ വക്കീൽ ഇതുവരെ ആ ഒരു വാദം തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായിരുന്നാലും ഈ ആദ്യത്തെ ആ 2 ദിവസത്തെ വാദത്തിൽ സംഭവിച്ചത് അനാമികയെ നല്ല കക്ഷിയാക്കിയിട്ട് പ്രതിഭാഗം വക്കീൽ അദ്ദേഹത്തിൻ്റെ ജോലി, അദ്ദേഹത്തിൻ്റെ കക്ഷി നല്ലതാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർത്ത് മൂർത്തി മുത്തശ്ശനെയും കുടുംബത്തെയും അനിയെയും എല്ലാം പ്രതികളാക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ആ രംഗം കോടതി പറയുകയാണ് ഇന്ന ദിവസത്തേക്ക് ഇതിൻ്റെ ഇത് മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് കോടതി പറയുകയാണ്. അപ്പോൾ അതനുസരിച്ച് അടുത്ത ദിവസത്തേക്ക് മാറ്റിയതനുസരിച്ച് അവരവിടെ നിന്ന് പോകാൻ വേണ്ടി ഇറങ്ങണം. അപ്പോൾ വെളിയിൽ നമ്മുടെ അനാമികയുടെ അച്ഛനും നിൽക്കണം. അപ്പോൾ മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, കേസ് തോറ്റാൽ ശരി തന്നെയാണ്, എന്തായിരുന്നാലും നീ വിചാരിച്ചിരിക്കുന്ന കാര്യത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ നീ ആഗ്രഹിക്കുകയേ വേണ്ട, നിൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ ഈ കേസിൽ എന്തെങ്കിലും വിധി വന്ന് നമ്മൾ തോറ്റു പോകുകയോ എന്തെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നീ ഈ നാട്ടിൽ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഞാൻ നിനക്ക് കാണിച്ചു തരാം, നീ നോക്കിക്കോ എന്നൊരു വാക്കും കൂടെ നമ്മുടെ മൂർത്തി മുത്തശ്ശൻ പറയണം. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ അനാമികയുടെ അച്ഛന് വേണുവിന് ആകെ ഒരു അങ്കലാപ്പം പേടിയൊക്കെ തോന്നുന്നുണ്ട്. എങ്കിലും വക്കീൽ എങ്ങനെയും പൈസയൊക്കെ റെഡിയാക്കി തരും, കാര്യങ്ങളൊക്കെ ശരിയാകും എന്നൊക്കെയുള്ള ആ ഒരു വിശ്വാസത്തിലാണ് അവർ ഇരിക്കുന്നത്. അപ്പോൾ ആ രംഗം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആ 2 ദിവസത്തെ എപ്പിസോഡ് തീരുകയാണ്. അപ്പോൾ ഞാൻ ഏകദേശം ചുരുക്കിയാണ് 2 ദിവസത്തെ കഥ പറഞ്ഞത്. ഏകദേശം ഉള്ളടക്കങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.